എ ടീമിന്റെ ഗോളിയുടെ അമ്മ മരിച്ചു. അയാൾക്ക് പങ്കെടുക്കാൻ പറ്റില്ല. അവര് രണ്ടാമത്തെ ആളാണെങ്കിൽ അയാൾക്ക് കാല് ഒടിഞ്ഞിട്ട് പറ്റില്ല. ഇനി ഇതൊരു വാശിയാണ്, ഒരു ഗോളിയെ കിട്ടണം. എവിടെ കിട്ടും? ഇവർ അന്വേഷിച്ച് കോഴിക്കോടാണ്. അന്വേഷിച്ച് കോഴിക്കോട് വലിയങ്ങാടിയിലെത്തി. ഗോളി അന്വേഷിച്ച് പോയതാ. അങ്ങനെ അന്വേഷിച്ച് നോക്കിയപ്പോ അവിടെ ഒരു കാഴ്ച കണ്ടു. വലിയങ്ങാടിയിൽ പച്ചക്കറി മാർക്കറ്റില് എന്താന്ന് വെച്ചാൽ തമിഴ്നാട്ടിൽ നിന്നൊരു ലോറി മത്തനും ചേനയും കുമ്പളവും വന്നിട്ടുണ്ട്. ലോറിയിൽ നിന്ന് ഒരാശാൻ താഴെ കയറിയിട്ട് താഴെ റോഡിലൊരാശാൻ അത് പിടിക്കുന്നുണ്ട്. അവൻ അതകത്തേക്ക് ഷോപ്പിന്റെ ഉള്ളിലുള്ള ആൾക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പൊ ഇവർക്ക് തോന്നി ഈ റോഡിൽ നിൽക്കുന്ന ആശാനെ കിട്ടിയാൽ, കാരണം അവൻ അതിൻ്റെ ഇടയ്ക്ക് എന്തൊക്കെയോ ലോക വർത്തമാനം പറയുന്നുണ്ട്. ആ ഹംസി നീ എവിടെ പോയി, കബീര നീ എവിടെ പോയി, ബീരാന നീ എവിടെ പോയി, നീ മനോജ എവിടെ പോയി എന്നൊക്കെ പറഞ്ഞ ഓരോ വർത്തമാനങ്ങളൊക്കെ പറയുന്നുണ്ട്. വീട്ടിലെ കല്യാണം അത് ഇതൊന്നും പാർട്ടി എന്നൊക്കെ പറയുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ഇതെടുത്തിരുന്നുമുണ്ട്. അപ്പൊ ഇവർക്ക് തോന്നി ഇവനെ കിട്ടിയ കാര്യം നടന്നു. ഇവരോട് പറഞ്ഞു 1000 രൂപ തരാം, ഒരൊറ്റ ദിവസമേ വേണ്ടു, അത് വൈകുന്നേരം. ഇവൻ മേലോട്ടൊരു ചാട്ടം, 2 കുമ്പളം അപ്പം വീണു. കാരണം 1000 രൂപ ഒറ്റ ദിവസം കിട്ടുക എന്ന് പറഞ്ഞാൽ ആകെ 10 രൂപ കിട്ടുന്ന മേടിക്കുന്ന ആളാണ്. കൊണ്ടുപോയി ഇവനെ ഒരു ഡ്രസ്സൊക്കെ ഇടിപ്പിച്ചു, ഇവരുടെ കുറച്ചൊക്കെ ട്രെയിനിങ് കൊടുത്തപ്പോൾ എവിടുന്ന് പന്ത് വന്നാലും അപ്പം ചാടി പിടിക്കും, ഒരു കുഴപ്പമില്ല. ഇവർക്ക് വളരെ കോൺഫിഡൻസ് ആയി ഇവന്റെ കാര്യത്തിൽ. അങ്ങനെ ഫൈനൽ ഡേ വന്നു, കളി തുടങ്ങി. 1 മണിക്കൂർ നേരം ഹാഫ് ആരും അടിച്ചില്ല. അടുത്ത ഹാഫില് 57-58 മിനിറ്റ് ഇങ്ങനെ പോവാണ്. ആളുകൾ ഇങ്ങനെ ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുകയാണ്. അപ്പോഴാണ് ബി ടീമിന്റെ ഭാഗത്തുനിന്ന് ഗോള് എ ടീമിലേക്ക് പോസ്റ്റിലേക്ക് വന്നതും ഇവനൊരൊറ്റ ചാട്ടം പിടിക്കലും കഴിഞ്ഞു. ഈ ടീം മുഴുവൻ മേലോട്ടൊരു ചാട്ടം. 5 മുതൽ 6 വരെയാണ് കളി. 6 അടിക്കുമ്പോഴേക്കും കളി കഴിയുമ്പോഴേക്കും എന്ത് സംഭവിച്ചു? സ്വഭാവം കത്തിയേടകത്തേക്ക്. ചെറുപ്പകാലങ്ങളിലുള്ള ശീലം മറക്കുമോ മാനുഷനുള്ള കാലം, കാരാസ്കരത്തിൻ ഗുരുപാലിലിട്ടാൽ കാലാന്തരേ കൈപ്പു ശമിപ്പതുണ്ടോ. എന്ത് ചെയ്തു? അകത്തേക്കിട്ടുള്ള ശീലാണ് അവന്. കടയുടെ ഉള്ളിലേക്ക് എടുത്തൊരേറ് പോസ്റ്റിന്റെ ഉള്ളിലേക്ക് തന്നെ കൊടുത്തു. എത്ര പ്രാവശ്യം തീരുമാനിച്ചിട്ടിരുന്ന നാവേ ഇനി അങ്ങനെയൊന്നും പറയില്ല എന്ന്. ഇനിയെങ്കിലും ഞാനൊന്ന് കൺട്രോൾ ചെയ്യുന്നു. കടിച്ചു വെച്ച് നാവിനെ എത്ര പ്രാവശ്യം വീണ്ടും അതെന്നെ എഴുന്നള്ളിക്കും. ഇല്ലേ, നിങ്ങളൊന്നും തീരുമാനിച്ചിട്ടില്ല? എനിക്ക് എത്രയോ അപകടത്തൊക്കെ പറ്റിയിട്ടുണ്ട്. ഇനി ഞാൻ ഇങ്ങനെയൊന്നും സംസാരിക്കില്ല, അങ്ങനെയൊന്നും പറയില്ല എന്നൊക്കെ വിചാരിച്ചു കഴിഞ്ഞാൽ അതെന്നെ സംഭവിച്ചു. അത് മനസ്സിന്റെ സ്വഭാവം. അങ്ങനെ നമ്മുടെ സ്വഭാവം അങ്ങനെയാണത്. കാരണം കുറെ കാലം നമ്മൾ ശീലിച്ചെടുത്തൊരു സ്വഭാവത്തെ പെട്ടെന്ന് നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റില്ല. പക്ഷെ എങ്കിലും നമുക്ക് ക്രമേണ എന്ത് ചെയ്യാൻ പറ്റും? കൊണ്ടുവരണം നമ്മൾ. അതിനെന്ത് വേണം? തേജോ വാരിമതം യഥാ വിനിമയോ എത്ര ത്രിസർഗോമുഷാം. തേജോ വാരിമതം യഥാ വിനിമയോ എത്ര ത്രിസർഗോമുഷാം. നമ്മൾ ആക്സെപ്റ്റ് ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. ഈ പ്രപഞ്ചം എന്ന് പറയുന്നത്, ഇപ്പോ നമ്മൾ അനുഭവിക്കുന്ന പ്രപഞ്ചം എന്ന് പറയുന്നത് തേജസ് വാരി മൃത്ത്, ഇതിന്റെ വിനിമയം പോലെയാണ്. എന്താ തേജസ് വാരി മൃത്ത് എന്ന് പറഞ്ഞാൽ സ്വാമി മനസ്സിലായില്ല. തേജസ് എന്ന് പറഞ്ഞാൽ പ്രകാശം, വാരി എന്ന് പറഞ്ഞാൽ വെള്ളം, മൃത്ത് എന്ന് പറഞ്ഞാൽ മണ്ണ്. ഇതിനൊരു ഫിനോമിൻ എന്ന് പറയും. എന്ന് വെച്ചാല് മണലുള്ള സ്ഥലത്ത് സൂര്യപ്രകാശം തട്ടിയാൽ, നല്ല ഉച്ച വെയിലില് സൂര്യപ്രകാശം തട്ടുന്ന സമയത്ത് നമ്മൾ അവിടെ പോയാൽ ആ മണലിൽ നമുക്ക് സൂര്യപ്രകാശമല്ല കാണാൻ പറ്റിയ വെള്ളം കാണാൻ പറ്റും. നമ്മൾ മരുമരീചിക എന്ന് പറയുന്നത്. ഇന്ന് നമുക്ക് മണൽ വിട്ടേക്ക് റോട്ടിൽ കാണാൻ പറ്റുമല്ലോ, ഇല്ലേ? നമ്മൾ റോഡും കാണില്ല, പ്രകാശവും കാണില്ല. നമ്മൾ കാണുന്നത് കുറച്ച് വെള്ളം അവിടെ കാണും. ഇതുപോലെ നമ്മുടെ ജീവിതത്തിലുണ്ടല്ലോ നമുക്കൊരു അനുഭവമുണ്ട്. അതെന്താണത്? നമ്മുടെ ഉള്ളിൽ നിന്ന് വരുന്ന പ്രകാശം, നമ്മുടെ ഉള്ളിൽ നിന്ന് വരുന്ന മനസ്സിന്റെ പ്രകാശം, ഇത് മറ്റൊരു വ്യക്തിയിൽ തട്ടുന്ന സമയത്ത് അവരുടെ അറിവും കഴിവും സൗന്ദര്യവും ഒക്കെ കാണുമ്പോൾ നമ്മുടെ മനസ്സിന് തോന്നും നമ്മളെക്കാളും ശക്തിയും അറിവും കഴിവും ഒക്കെ അവർക്കാണ്. എവിടെയാണോ പ്രകാശം തട്ടിയത് അത് നമ്മൾ കാണില്ല, പ്രകാശത്തെയും നമ്മൾ കാണില്ല. നമ്മൾ കാണുന്നത് മറ്റൊന്നാണ്. ഇതുപോലെ നമ്മുടെ മനസ്സെന്ത് ചെയ്യും? മറ്റൊന്ന് കാണും.
അതായത് നമ്മള് സന്ധ്യാസമയം നിങ്ങൾ അമ്പലത്തിൽ നിന്ന് വീട്ടിലേക്ക് പോവുകയാണ്, അമ്പലത്തിൽ തൊഴുതിട്ട് പോകണു വിചാരിക്കുക. നിങ്ങൾ പോകുന്ന സമയത്ത് സ്ട്രീറ്റിൽ ആരും ഇല്ല, പെട്ടെന്ന് സ്ട്രീറ്റ് ലൈറ്റും പോകണു. നിങ്ങൾ നോക്കുമ്പോൾ ഒരാൾ നല്ല രസീകനായിട്ടാണ് വരുന്നത്, ഇടയ്ക്ക് നിങ്ങളൊരു നോട്ടവും കുടിച്ചിട്ടാ വരുന്നത്. പക്ഷെ ഒരു നിമിഷം നമ്മൾ അയാളെ നോക്കുമ്പോഴേക്കും, നമ്മുടെ തേജസ് അയാളിലേക്ക് പറ്റുമ്പോഴേക്കും, നമ്മുടെ മനസ്സ് അയാളിൽ ചെന്ന് പറ്റുമ്പോഴേക്കും ഉടനെ നമ്മുടെ മനസ്സ് പറഞ്ഞു, അയാള് എന്നെ വല്ലതും ചെയ്യും. ഉണ്ടോ? ആ ഒരു നിമിഷം നമ്മളെ എന്താക്കി മാറ്റി? താഴ്ത്തിയോ ഉയർത്തിയോ? താഴ്ത്തി. നമ്മളെ ദുർബലരാക്കി. നോക്കൂ, മനസ്സിന് അങ്ങനെ ഒരു പ്രത്യേകത ഉണ്ട്. ഇല്ലാത്തതൊന്ന് ഉണ്ടെന്ന് തോന്നിപ്പിക്കാനുള്ള കഴിവ്. വാസ്തവത്തിൽ അയാൾ ഒന്നും ചെയ്തിട്ടില്ല. നമ്മുടെ ഉള്ളിൽ നിന്ന് നമ്മുടെ മനസ്സ് അയാൾ ചെന്ന് തട്ടിയപ്പോ തന്നെ, അയാളുടെ പ്രകൃതം കണ്ടപ്പോ തന്നെ മനസ്സിനൊരു ഭയം വന്നു, എനിക്ക് അയാളെ നേരിടാൻ സാധിക്കുകയില്ല. ഇതല്ലേ വാസ്തവത്തിൽ നമ്മുടെ ജീവിതം മുഴുവൻ? മനസ്സിലായോ ഞാൻ പറഞ്ഞത്? അതായത് നമ്മൾ ജീവിതത്തിലേക്ക് ഇറങ്ങിത്തിരിക്കുന്ന സമയത്ത് നമ്മുടെ മനസ്സ് പലതിലും ചെന്ന് തട്ടുമ്പോ, മനസ്സ് അതിലേക്ക് നോക്കുന്ന സമയത്ത് മനസ്സ് കാണുന്നത് നമ്മുടെ ദൗർബല്യങ്ങളും, മനസ്സ് കാണുന്നത് മറ്റുള്ളവരില് അറിവുകളും കഴിവുകളും ശക്തിയുമാണ്. അപ്പൊ നമുക്ക് ക്രമേണ തോന്നുകയാണ്, ഞാനൊരു ഇംപെർഫെക്റ്റ് ആണ്. ഈ കോംപ്ലക്സുകൾ ക്രമേണ നമ്മുടെ ഉള്ളിലേക്ക് വരും. അത് വരുമ്പോഴാണ് നമ്മൾ ക്രമേണ നമ്മളെ മറ്റുള്ളവരിൽ നിന്നും അകറ്റി കൊണ്ടുപോകണം. അതുകൊണ്ട് നോക്കൂ, നിങ്ങൾക്ക് ഈ സമൂഹത്തിൽ നോക്കൂ, നിങ്ങൾ എപ്പോഴെങ്കിലുമൊക്കെ നമുക്കൊന്ന് ഉണരണം എന്നുണ്ടെങ്കിൽ, ഉത്സാഹം വേണമെന്നുണ്ടെങ്കിൽ, അപ്പൊ വല്ല കച്ചേരിയോ പാട്ടോ കൂത്തോ ഒക്കെ വേണം. ഒറ്റയ്ക്ക് എനിക്ക് ഷൈൻ ചെയ്യാൻ പറ്റില്ല. എനിക്ക് ഷൈൻ ചെയ്യണമെങ്കിൽ ഒരു ഗ്രൂപ്പ് വേണം. അതല്ലേ നമ്മളിന്ന് സമൂഹത്തിൽ കാണുന്നത്? മനസ്സിലായില്ലേ? ഇന്നത്തെ യുവാക്കളിലേക്കും യുവതികളിലേക്കും നിങ്ങൾ നോക്കൂ, ഒറ്റയ്ക്ക് അവർക്ക് കോൺഫിഡൻസ് ഇല്ല. ഒരു ഗ്രൂപ്പ് ഉണ്ടോ ഡാൻസ് കളിക്കാനും, അതിനവർ ഉത്സാഹമുണ്ട്. ഞാനും അതിലൂടെയൊക്കെയാണ് വന്നത്, അതുകൊണ്ട് നമുക്ക് നല്ലോണം അറിയാം. ആ ഓരോ മേഖലയും നമ്മൾ വരുമ്പോണ്ടല്ലോ നമുക്ക് നല്ലോണം ബോധ്യമാവുന്നുണ്ട് എന്ത് കോംപ്ലക്സ് ആണ് നമുക്ക് ഉണ്ടായിരുന്നത് എന്നുള്ളത്. അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നാം വാസ്തവമായതിനെ അറിയുന്നില്ല. അതെന്താണത്? ധാംനാസ്വേന സദാ നിരസ്തകുഹം സത്യം പരം ധീമഹി. ഈ മനസ്സുണ്ടല്ലോ, ഒന്നങ്ങോട്ട് മറ നീക്കിക്കഴിഞ്ഞാൽ അതിന്റെ പിന്നിലൊരു പരം സത്യം കിടക്കുന്നുണ്ട് എന്ന് പറയാണ്. അതെന്താണ് ആ പരമമായ സത്യം? അതായത് എന്റെ മനസ്സിന് ഉണരണമെങ്കിൽ, മറ്റുള്ളവരുടെ മനസ്സിനും ഉണരണമെങ്കിൽ, എല്ലാ മനസ്സിനും ഉണരണമെങ്കിൽ, ആ മനസ്സിന്റെ എല്ലാം പിന്നിൽ ആര് വേണം? ശരീരത്തെ ഉണർത്തുന്നത് മനസ്സ്, മനസ്സിനെ ഉണർത്തുന്നത് ചൈതന്യം. എന്റെ മനസ്സിനെ ഉണർത്തുന്ന ചൈതന്യമാണെങ്കിൽ, നിങ്ങളുടെ മനസ്സിനെ ഉണർത്തുന്ന ചൈതന്യമാണെങ്കിൽ, എല്ലാ മനസ്സിനും പിന്നിലിരിക്കുന്നത് ഒരേ ചൈതന്യമാണെങ്കിൽ, ഞാൻ ആരുടെയും താഴെയുമല്ല, ഞാൻ ആരുടെയും മുകളിലുമല്ല. ഈ തലത്തിലേക്ക് എന്നെ ചിന്തിപ്പിക്കാൻ എനിക്ക് സാധിച്ചു കഴിഞ്ഞാൽ, എപ്പോഴൊക്കെ ഞാൻ എന്നെ താഴ്ത്തുന്നു, അപ്പോഴൊക്കെ എന്നെ വേണമെങ്കിൽ എനിക്ക് ഉയർത്താം. ഇതല്ലേ ശ്രീകൃഷ്ണൻ അർജുനനോട് പറഞ്ഞത്? അർജുന, ഉദ്ധരേതാത്മനാത്മാനം ആത്മാനമവസാദയേ ആത്മൈവ ഹ്യാത്മനോ ബന്ധു ആത്മൈവ രിപുരാത്മന. അർജുന, ഉദ്ധരേത് ആത്മാനം ന ആത്മാനം അവസാദി. നീ ഒരിക്കലും നിന്നെ എന്ത് ചെയ്യരുത്? താഴ്ത്തരുത്. കാരണം ആത്മൈവ ബന്ധു ആത്മൈവ രിപു. അവനവന്റെ ബന്ധുവും അവനവന്റെ രിപുവും അവനവൻ തന്നെയാണ്. അപ്പൊ ഒരു ചോദ്യം. സ്വാമി ഇതൊക്കെ പറഞ്ഞല്ലോ, ശരി, അംഗീകരിച്ചു. എല്ലാവരുടെ ഉള്ളിലും ശ്വാസം വരുന്നു. അറിവുള്ളവനായാലും കഴിവുള്ളവനായാലും വെളുത്തവനായാലും കറുത്തവനായാലും സുന്ദരനായാലും സുന്ദരിയാണെങ്കിലും പണക്കാരനാണെങ്കിൽ പണമില്ലാത്തവനാണെങ്കിൽ ശ്വാസം എല്ലാവരുടെ ഉള്ളിലും ഒന്നു തന്നെയാണ്, സമ്മതിച്ചു. മനസ്സുമുണ്ട് എല്ലാവരുടെ ഉള്ളിലും. ആ മനസ്സിനെയും ശ്വാസത്തൊക്കെ ഈ ശരീരത്തിൽ പിടിച്ചു നിർത്തുന്ന ചൈതന്യമാണത്, എല്ലാവരുടെ ഉള്ളിലും ഒന്നാണ്, സമ്മതിച്ചു. പക്ഷെ സ്വാമി, എന്നാലൊരു ചോദ്യമുണ്ട്. കഴിവെല്ലാവരുടെയും ഒരുപോലെയാണോ? അറിവെല്ലാവരുടെയും ഒരുപോലെയാണോ? ആണോ? ബുദ്ധി എല്ലാവർക്കും ഒരുപോലെയല്ലല്ലോ. അപ്പൊ പിന്നെ സ്വാഭാവികമായിട്ടും ഒരാളുടെ കഴിവ് നമുക്കില്ലെങ്കിൽ ആ കഴിവ് കാണുമ്പോൾ നമുക്ക് അവരോടൊരു അസൂയ തോന്നും, ഒരു കോംപ്ലക്സ് തോന്നില്ലേ? തീർച്ചയായിട്ടും. മനസ്സിലാക്കൂ, ഈ പ്രപഞ്ചത്തില് വളരെ ശ്രദ്ധിക്കേ,
ഈ പ്രപഞ്ചത്തിൽ ഒരു പ്രത്യേകത ഉള്ളത്, എല്ലാവരുടെ മനസ്സും ഒരുപോലെ അല്ല എന്നുള്ളതാണ്. എല്ലാവരുടെ മനസ്സും ഒരുപോലെയല്ല. ഒരുപോലെ ആയിരുന്നു എങ്കിൽ, ഈ പ്രപഞ്ചത്തിൽ എല്ലാവരുടെയും മനസ്സ് ഒരുപോലെ ആയിരുന്നു എങ്കിൽ അങ്ങനെ വിചാരിക്കാം നമ്മൾ, എന്നാ പിന്നെ ഈ പ്രപഞ്ചം ഇങ്ങനെ ആവില്ല. ഉണ്ടോ? ആയിരിക്കുമോ? ആയിരിക്കില്ല. നിയമങ്ങളും കാര്യങ്ങളും ഒന്നും വേണ്ടി വരില്ല. ഉണ്ടോ? ചിന്തിക്കുക നിങ്ങള്. ആകെ താളം തെറ്റിപ്പോവും. പ്രകൃതിയുടെ സ്വഭാവം എന്ന് പറയുന്നത്, ശ്രദ്ധിക്കണേ, വൈവിധ്യമാണ് പ്രകൃതി. പ്രകൃതി എന്ന് പറഞ്ഞാൽ വൈവിധ്യമാണ്. അതൊരിക്കലും ഒരുപോലെ ആവില്ല. നമ്മൾ തലകുത്തി മറിഞ്ഞാലാവില്ല. അതുകൊണ്ട് ആധുനിക ശാസ്ത്രജ്ഞന്മാർ പോലും പറഞ്ഞു, ഒരു ഇലയെ പോലെ ആവില്ല മറ്റൊരില. ഏറ്റവും നല്ലൊരു, അങ്ങോട്ടൊന്നും പോകണ്ട, നമ്മുടെ സ്വന്തം ശരീരത്തിലേക്ക് നോക്കൂ. നിങ്ങൾ ഒപ്പിടുന്നതിന് പകരം തമ്പ് ഇംപ്രഷൻ ചെയ്യാൻ എന്താ കാരണം? എല്ലാവരുടെയും കയ്യിലുള്ള അപ്പൊ നോക്കൂ, ചെറിയൊരു വിരലില് ആ വരയിൽ തന്നെ ഇങ്ങനെ വൈവിധ്യമുണ്ടെങ്കിൽ പിന്നെ മനസ്സിന്റെ കാര്യം പറയാനുണ്ടോ? അപ്പൊ അതുകൊണ്ട് നമ്മൾ മറ്റുള്ളവരോട് കമ്പയർ ചെയ്തതുകൊണ്ട് പ്രത്യേകിച്ച് യാതൊരു കാര്യമില്ല. നിങ്ങൾക്ക് കുറെ കോംപ്ലക്സുകൾ ഡെവലപ്പ് ചെയ്യാൻ മാത്രം. പിന്നെ എന്താ വേണ്ടത്? ഭാഗവതം പറയുന്നു, ഇതിൽ നിന്ന് പുറത്തു കിടക്കാൻ ഒറ്റ വഴി, മനസ്സിനെ ഉയർത്തണം. എങ്ങോട്ട് ഉയർത്തണം? നമുക്ക് 3 അനുഭവങ്ങളെ ഇപ്പോൾ ഉള്ളൂ. ഒന്നാമത്തെ അനുഭവം എന്ന് പറയുന്നത് ഉണർന്നിരിക്കുന്ന ഒരു അനുഭവം, കാണുന്ന ഒരു ലോകം, ഈ കോംപ്ലക്സുകളൊക്കെ ഉണ്ടാക്കുന്ന ലോകം. രണ്ടാമത്തെ അനുഭവം എന്ന് പറയുന്നത് ഉറങ്ങുന്ന ഒരു ലോകം. മൂന്നാമത്തെ ലോകം എന്ന് പറയുന്നത് ഉറക്കത്തിന്റെയും ഉണർന്നതിന്റെയും ഇടയ്ക്കൊരു ലോകമുണ്ട്. ഇടയ്ക്ക് ചോദിക്കില്ലേ, ഏത് ലോകത്തിലാണ്? ഏത് ലോകം? സ്വപ്നലോകം. ഇത് 3 നമുക്ക് എല്ലാവർക്കും ഉണ്ട്. എന്നാൽ 4മതൊരു ലോകമുണ്ട് പറയാണ്. അതിന് ലോകം എന്നല്ല പറയാ, അനുഭവം. ആ അനുഭവത്തെയാണ് ഭഗവാൻ ശ്രീകൃഷ്ണൻ സമാധി എന്ന് പറയുന്നത്. സമാധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെല്ലാം തരത്തിൽ മനസ്സിൽ ചിന്തകൾ വന്നാലും ആ മനസ്സിനെ സമമാക്കി കൊണ്ടു നടക്കുക. അതെങ്ങനെയാ സമമാക്കി കൊണ്ടു നടക്കുക എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? പരമമായ സത്യത്തിലേക്ക് ശ്രദ്ധ കൊണ്ടുവന്ന് കൂടെ എപ്പോഴും ആരുണ്ട്? ഉള്ളിൽ നിറഞ്ഞിരിക്കുന്ന ചൈതന്യത്തിന്റെ സാന്നിധ്യത്തിലാണ് മനസ്സുണരുന്നതെങ്കിൽ, ആ ചൈതന്യത്തെയാണ് ഭഗവാൻ എന്ന് വിളിക്കുന്നതെങ്കിൽ, കൂടെ എപ്പോഴും ഭഗവാനുണ്ട് എന്ന ബോധത്തോടുകൂടി ആ ഭഗവാനിലേക്ക് ശ്രദ്ധ തിരിച്ച് മനസ്സിനെ അവിടെ പിടിച്ചു നിർത്തിക്കൊണ്ട്, ഭഗവാനെ, അങ്ങ് എനിക്ക് തന്ന കഴിവ്, അതിൽ ഞാൻ സംതൃപ്തനാണ്, അതെന്താണോ അതിൽ ഞാൻ സംതൃപ്തനാണ് എന്ന് പറഞ്ഞുകൊണ്ട് മനസ്സിനെ സമാധാനിപ്പിക്കാൻ, ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ ഇഫ് വി ഏബിൾ ടു കൗൺസിൽ, അല്ലെ? അതല്ലേ പറയാ, കൗൺസിലിംഗ് എന്നല്ലേ പറയാ. നമ്മൾ നമ്മുടെ മനസ്സിനെ തന്നെ കൗൺസിലിംഗ് ചെയ്യുകയാണെങ്കിൽ, കൺസോൾ ചെയ്യുകയാണെങ്കിൽ, വേണമെങ്കിൽ നമുക്ക് എല്ലാ വിധത്തിലുള്ള ദൗർബല്യത്തിൽ നിന്നും മാറി നിൽക്കാം. അപ്പൊ നിങ്ങളുടെ ഗുരു ആരാണ്? നിങ്ങളെ ഉയർത്തേണ്ടത് ആരാണ്? നിങ്ങൾ തന്നെ, അല്ലെ? നിങ്ങളെ ഉയർത്തേണ്ടതും നിങ്ങൾ തന്നെയാണ്. മനസ്സ് എപ്പോഴൊക്കെ നമ്മളെ താഴ്ത്തുന്നുവോ അപ്പോഴൊക്കെ മനസ്സിനെ ആരിലേക്ക് കൊണ്ടുവരണം? ഉള്ളിൽ നിറഞ്ഞിരിക്കുന്ന ഭഗവാനിലേക്ക് കൊണ്ടുവന്ന് ഉടനെ കൺസോൾ ചെയ്തുകൊണ്ട് പറയണം, കൂടെ ആരുണ്ട്? ഭഗവാനുണ്ട്. അതുകൊണ്ട് നീ ഇതിനെക്കുറിച്ച് ചിന്തിച്ച് സമയം കളയരുത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മനസ്സിനെ നമ്മൾ കൊണ്ടുവരണം. അങ്ങനെ നമ്മൾ കൊണ്ടുവന്നാൽ സത്യം പരം ധീമഹി, ആ പരമസത്യത്തിലേക്ക് ധീമഹി. ധീമഹി എന്ന് പറഞ്ഞാൽ ധ്യാനിക്കൂ. മറ്റൊരർത്ഥം സമർപ്പിക്കൂ. നിങ്ങളുടെ മനസ്സിനെ നിങ്ങൾ സമർപ്പിക്കൂ. എന്നാൽ നിങ്ങൾക്ക് പ്രശ്നങ്ങളിൽ നിന്നും മുക്തരാവാം. അപ്പൊ തുടക്കം ജിജ്ഞാസയിലാണ്, അവസാനം ധീമഹി എന്നുള്ള ശബ്ദത്തിന് അർത്ഥം ഭാഗവതത്തിലൂടെ നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ അർത്ഥം സമർപ്പണം എന്നാണ്. എന്താ അർത്ഥം? സമർപ്പണം. അപ്പൊ എവിടുന്നാ തുടങ്ങിയത്? ജിജ്ഞാസയിൽ നിന്ന് തുടങ്ങി സമർപ്പണത്തിലേക്ക് എത്തി. എവിടെയാണ് മനസ്സ് സമർപ്പിക്കേണ്ടത്? പ്രശ്നങ്ങളിൽ സമർപ്പിക്കരുത്, വിഷമങ്ങളിൽ സമർപ്പിക്കരുത്, ദുഃഖങ്ങളിൽ സമർപ്പിക്കരുത്, പ്രയാസങ്ങളിൽ സമർപ്പിക്കരുത്. എവിടെ സമർപ്പിക്കണം? ഭഗവാനിൽ സമർപ്പിക്കണം. ഭഗവാനിൽ മനസ്സ് സമർപ്പിക്കണമെങ്കിൽ ആരാ ഭഗവാൻ?